സോ ഗൈസ് എനിക്ക് ചായ കുടിക്കാൻ പൂതിയായിട്ട് ചായ കുടിക്കാൻ പോയി. ആൻഡ് ചായ കുടിച്ചു. തിരുമ്പി വന്നു. ആക്ച്വലി ഇവിടെ സമയം 4:20 സംതിങ് എന്തോ ആയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇനി നാളെ ആക്ച്വലി ഞാൻ എപ്പോൾ എഴുന്നേക്കുമെന്ന് അറിയില്ല. എഴുന്നേക്കുന്ന സമയത്ത് എനിക്ക് എന്തായിട്ട് വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എപ്പോൾ എഴുന്നേക്കുമെന്ന് അറിയില്ല കേട്ടോ. ആക്ച്വലി എൻ്റെ ഒരു ലേസി ഡേ ആണ്. ലേസി എന്ന് പറഞ്ഞാൽ അത്രയും ലേസി ഡേ. ആക്ച്വലി ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. സോ ഗൈസ്, അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫേസ് വാഷ് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ മുഖം കഴുകേണ്ടിയിരുന്നു. ഇനി പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നുമില്ല, കിടന്നുറങ്ങി. സോ ഗൈസ്, എഴുന്നേറ്റ് ആക്ച്വലി ഒരു സമയം ഇപ്പോൾ 10 മണി കേട്ടോ. എഴുന്നേറ്റ് നമുക്ക് പല്ല് വെച്ചിട്ട് ചായ കുടിച്ചിട്ട് വരാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി ലിഫ്റ്റിലേക്ക് നടക്കുകയാണ്. റെഡിയായി. കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് മോയ്സ്ചറൈസറും കുറച്ച് സൺസ്ക്രീൻ. ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ഭയങ്കര ചൂടായിട്ട്. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു. ഇനി നമുക്ക് പോയി കിടന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇന്ന് പണിയൊന്നുമില്ല. ഇന്ന് ഫുൾ മിക്കവാറും ഉറക്കമായിരിക്കും. മേ ബി ഇനി ഞാൻ എഴുന്നേൽക്കാൻ ചോറ് തിന്നാനായിരിക്കും. അപ്പം ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് വീഡിയോ ഇടാം. പിന്നെ റൂമിൽ പോയി ഒന്ന് നോക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. യെസ്. അപ്പം ഞാൻ പിന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് വീഡിയോ എടുക്കും ഗൈസ്. അപ്പം ഞാൻ ഉറക്കത്തുനിന്ന് ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. സമയം 5 മണി കഴിഞ്ഞു. 5:30 എന്തോ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഒരു ചോറ് കഴിക്കാം. അപ്പം നമ്മൾ റെഡിയായി താഴേക്ക് പോകും ഫുഡ് കഴിക്കാനുണ്ട്. ചോറ് കഴിക്കാൻ വിചാരിക്കണം. നല്ല വിശപ്പുണ്ട്, നല്ല വെയിലും ഉണ്ട്. അയ്യോ കണ്ടോ ജ്വലിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ ചോറൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് സീരിയസ്ലി ഒരു പരിപാടിയില്ല എനിക്ക്. ഇനി ഞാനെന്ത് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. മേ ബി കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറത്ത് പോകും. മേ ബി ഫ്രണ്ട്സ് വരുമായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ബേബി വരും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് നിങ്ങളെന്തെങ്കിലും കാട്ടണേ. സത്യം പറഞ്ഞാൽ ഒന്നും കാണിക്കാനില്ല.